ലൈംഗികാരോപണത്തിന് പിന്നാലെ 38 ദിവസത്തിന് ശേഷം പാലക്കാട്ടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് നേതാക്കളുടെ സ്വീകരണം. വാഹനത്തിൽ നിന്ന് MLA ബോർഡ് മാറ്റിയാണ് സഞ്ചാരം. രാഹുൽ 5 മണിയോടെ MLA ഓഫീസിലെത്തും. ഇനി മണ്ഡലത്തിൽ സജീവമായി ഉണ്ടാകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അന്തരിച്ച KPCC സെക്രട്ടറി PJ പൗലോസിന്റെ വീട്ടിൽ വെച്ച് രാഹുൽ കോൺഗ്രസ് നേതാക്കളെ കണ്ടു. രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ, VK ശ്രീകണ്ഠൻ, DCC പ്രസിഡന്റ് തങ്കപ്പൻ എന്നിവരാണ് പൗലോസിന്റെ വീട്ടിലുണ്ടായിരുന്നത്. KPCC നിർവാഹക സമിതി അംഗം C ചന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് KSU ജില്ലാ പ്രസിഡന്റുമാരും രാഹുലിനെ അനുഗമിച്ചിരുന്നു. രാഹുലിനെതിരെ DYFIയും BJPയും പ്രതിഷേധിച്ചു. ഞങ്ങൾ സംരക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ സംരക്ഷണം ചെയ്യാനുള്ള ആളുകളും സൗകര്യമൊക്കെ ഉള്ളതാണ്. അങ്ങനെ ആളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. അത് MLA അല്ലേ, ആളെങ്ങനെ ഉപദ്രവിക്കുക? ഞമ്മടെ MLA-മാരെ ഒരു പാർട്ടിയിൽ നിന്ന് വെളിയിൽ പുറത്താക്കിയെന്ന് വെച്ചു. അതുകൊണ്ട് MLA-ക്ക് സഞ്ചാര അതിന്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന് നിയമമെടുത്ത് വരുന്നു, ഇവിടുത്തെ മരിച്ച സ്ഥലങ്ങളിൽ പോകുന്നു, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ പോകുന്നു. അവിടെ ആരും തടക്കില്ല എന്ന് തന്നെ എല്ലാവരും പറയും. തടക്കേണ്ട കാര്യമില്ലല്ലോ. വിവരങ്ങളുമായി സാജിദ് അജ്മലും ജംഷീർ കൊടിഞ്ഞിയും ചേരുന്നുണ്ട്. ആദ്യം സാജിദിലേക്ക്. സാജിദ്, ഉജ്ജ്വല വരവേൽപ്പാണ് കോൺഗ്രസ് അവിടെ നൽകിയത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട നേതാവിനെയാണ് ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കളും KPCCയുടെ പ്രതിനിധികളും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത്. രാഹുലിന് പാലക്കാട് നൽകിയ സ്വീകരണം എങ്ങനെയായിരുന്നു? ധന്യ, ഇന്ന് രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുന്നത്. ആദ്യം സേവ്യർ എന്ന മണ്ഡലം പ്രസിഡന്റിന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. അവിടെ ഏതാനും പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സേവ്യറിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ആ വീട്ടിലാണ് സന്ദർശനം നടത്തിയത്. പിന്നീട് രാഹുൽ നേരെ പോകുന്നത് PJ പൗലോസ് എന്ന KPCCയുടെ സെക്രട്ടറിയുടെ ഈ വീട്ടിലേക്കാണ്. അതിനു മുൻപ് അദ്ദേഹത്തിന്റെ മൃതദേഹം വട്ടമ്പലത്തെ ആശുപത്രിയിലായിരുന്നു. അവിടെ പോയി ആശുപത്രിയിൽ ഈ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് എത്തുന്നു. അദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് തന്നെയാണ് രമേശ് ചെന്നിത്തല അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ബെന്നി ബെഹനാൻ, VK ശ്രീകണ്ഠൻ, DCC പ്രസിഡന്റ് തങ്കപ്പൻ, അതോടൊപ്പം തന്നെ മുത്തലിബ് ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് തങ്കപ്പൻ അടക്കമുള്ള നേതാക്കളുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം ആദ്യം വാഹനം ഓടിച്ചിരുന്നത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റായ നിഖിൽ കണ്ണാടിയാണ്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, KPCC സെക്രട്ടറിയായ C ചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം മുഴുസമയം ഉണ്ടായിരുന്നു. ഇന്ന് ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം MLA ഓഫീസിൽ എത്തും. MLA ഓഫീസിലേക്ക് എത്തിയാൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് BJPയും DYFIയും എല്ലാം തന്നെ പറഞ്ഞിരുന്നത്. എന്തായാലും ഇന്ന് തന്നെ MLA ഓഫീസിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഇനി മുതൽ ചോദിച്ചില്ലേ നേതാക്കളോട്, ലൈംഗികാരോപണ കേസിലുള്ള ഇല്ലെങ്കിൽ ആരോപണ വിധേയനായ ഒരാളെ സസ്പെൻഡ് ചെയ്തുള്ള പ്രവർത്തനം എന്തിനായിരുന്നു എന്ന് കോൺഗ്രസിനോട് ചോദിച്ചില്ലേ ആരും? DCC പ്രസിഡന്റിനോട് സ്വാഭാവികമായും ചോദിച്ചു. അവർ നമ്മൾ പേഴ്സണലായി സംസാരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അവർ പറയുന്നത് ഈ സസ്പെൻഡ് ചെയ്ത ആളോട് മിണ്ടാൻ പാടില്ല എന്ന ഒരു നിയമവുമില്ല. മറിച്ച് അയാൾ ഈ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായി ഒരു MLA എന്ന നിലയ്ക്കോ ഇല്ലെങ്കിൽ ഏതെങ്കിലും KPCC അംഗം എന്ന നിലയ്ക്കോ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്കോ ഒരു പാർട്ടി യോഗത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. മറ്റ് ആളെ കണ്ടാൽ മിണ്ടാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു വിലക്കും സസ്പെൻഷൻ കാല സമയത്ത് ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം KPCCയുടെ സംസ്ഥാന പ്രസിഡന്റും ഇതേ ഒരു വാദമാണ് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഒപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത്. ആ സമയത്ത് ഇതേ കാര്യമാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് ഇന്ന് ഇതൊരു വെറും മിണ്ടലോ കൈകൊടുക്കലോ മാത്രമായിരുന്നോ? സാജിദ് കണ്ടതല്ലേ എങ്ങനെയാണ് നേതാക്കൾ ഓരോരുത്തരും സ്വീകരിച്ചത്? കെട്ടിപ്പിടിച്ചും കൂടെ നിർത്തിയും ഒക്കെയുള്ള സ്വീകരണമല്ലായിരുന്നോ രാഹുലിന് നൽകിയത് നേതാക്കൾ? ഈ ബെന്നി ബെഹനാൻ അടക്കമുള്ള നേതാക്കൾ മരണ വീട്ടിൽ വെച്ചാണ് കണ്ടത്. മറ്റ് നേതാക്കൾ പ്രത്യേകിച്ച് ഈ C ചന്ദ്രൻ, അതോടൊപ്പം തന്നെ നിഖിൽ കണ്ണാടി, KSUവിന്റെ ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ മുഴുവൻ സമയം അനുഗമിച്ചിരുന്നു. അത് നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. കാരണം ഇത്രയും BJPയുടെയും CPMന്റെ DYFIയുടെ എല്ലാ പ്രതിഷേധത്തിന്റെ സമയത്ത് അവർ ഈ രീതിയിൽ ഒപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. അത് ഇനി ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത് പ്രതിരോധിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇത്രയും സമയം രാഹുലിന്റെ സഞ്ചാരം മുഴുവൻ ഈ സ്വകാര്യ സന്ദർശനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് മരണ വീടുകളിലും മറ്റുമായിരുന്നു. ഏറ്റവും
അവസാനം വിനോദ് ചെറാട്, അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. രാഹുലിനൊപ്പം പാലക്കാട് എപ്പോഴും ഒപ്പമുള്ള വ്യക്തിയാണ്. ഈ സ്വകാര്യ സന്ദർശനങ്ങളാണെങ്കിലും KSUവിന്റെ പ്രസിഡന്റാണ് സാരഥി എന്ന് മനസ്സിലാക്കുന്നു, അങ്ങനെയാണോ? ഉച്ചവരെ KSUവിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഈ വാഹനത്തിൽ ഒപ്പം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ രാഹുലിന്റെ സ്റ്റാഫായ ഫസലാണ് വാഹനം ഓടിക്കുന്നത്. നേരത്തെ രാവിലെയെല്ലാം തന്നെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത്. ഈ ഔദ്യോഗിക ഡ്രൈവർ മറ്റ് ഒരു ആവശ്യാർത്ഥം ഇന്ന് അവധിയാണ്, അതുകൊണ്ടാണ് ഈ നിഖിൽ കണ്ണാടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ സാരഥിയായി ഉണ്ടായിരുന്ന ആൾ ഈ KSUവിന്റെ ജില്ലാ അധ്യക്ഷനാണ് എന്ന് കൂടി പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രധാന നേതാക്കളെല്ലാം തന്നെ രാഹുലിന് ഒപ്പം ഉണ്ടായിരുന്നു, രാഹുലിനെ കണ്ടിരുന്നു. ഇനി മണ്ഡലത്തിൽ സജീവമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഹുൽ പറയുന്നത്. ഒരുപക്ഷെ നാളെ എറണാകുളത്തേക്കോ ഇല്ലെങ്കിൽ മലപ്പുറത്തേക്കോ ഒരു യോഗത്തിനായി പോകും. അത് സംബന്ധിച്ചൊരു തീരുമാനമായിട്ടില്ല. ഇന്ന് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഓഫീസിലേക്ക് എത്താനുള്ളൊരു സാധ്യതയാണ്. ഓഫീസാണ് ഒരു ഔദ്യോഗിക സംവിധാനം എന്ന നിലയ്ക്ക് MLA ഓഫീസിലേക്ക് കയറുന്നതാണ് ഒരു പ്രതിഷേധത്തിന് സാധ്യത. മറ്റെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനങ്ങളായിരുന്നു.